ബന്ധത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് നേരത്തെ UDF തീരുമാനിച്ചാണ് SDPIയുടെ വോട്ട് വേണ്ടാന്ന്. അപ്പോൾ അതിൽ പിന്നീട് ഒരു മാറ്റം വരുത്തിക്കുകയാണ്. തങ്ങളാണ് ആദ്യം പറഞ്ഞത് മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ SDPI സ്ഥാനാർത്ഥികളെ പിൻവലിക്കണമെന്ന്. UDFിൻ്റെ നയം എന്നുള്ളത് എല്ലാ മതേതര വോട്ടുകളും യോജിക്കണം എന്നുള്ളതാണ്. രാജ്യം ഇന്ന് നേരിടുന്ന കടുത്ത വെല്ലുവിളി എന്നുള്ളത് വിഭാഗീയതയുടെ മതധ്രുവീകരണത്തിൻ്റെ അകൽച്ചയുടെ രാഷ്ട്രീയമാണ്. അവിടെ അതിന് തടയിടണമെങ്കിൽ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അതിനെ ജനാധിപത്യ മാർഗത്തിൽ അതിനെ നേരിടണം. അതാണ് UDF പറഞ്ഞിട്ടുള്ളത്. SDPI മതേതര പാർട്ടിയാണ്. അപ്പോൾ UDF സ്ഥാനാർത്ഥി മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി വന്ന് മതേതര പാർട്ടിയാണ് SDPI എന്ന് പറയുന്നത്. ആര് പറഞ്ഞു? അത് അവരോട് ചോദിക്കുക, അവർ പറയട്ടെ. അവർ മതേതര പാർട്ടിയാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് AK അഷ്റഫാണ് ഇന്നലെ പറഞ്ഞത്. മതേതര പാർട്ടിയാണ്. ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും വോട്ടുകളും ആവശ്യമാണല്ലോ. നമ്മളിപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മത്സരിക്കുന്നത്. ജനാധിപത്യ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടികളാണ്. ആ പാർട്ടികളാണ് മത്സരിക്കുന്നത്. ആ പാർട്ടിയുടെ നയങ്ങൾ, പാർട്ടിയുടെ ആദർശങ്ങൾ, പാർട്ടിയുടെ നയപരിപാടികൾ, മിനിമം പരിപാടികൾ, അതിനനുസൃതമായിട്ടാണ് അവർ മത്സരിക്കുക. അപ്പോൾ അതിലേക്ക് ആരുടെ വോട്ടും സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ പോലും ഇപ്പോൾ SDPI വോട്ട് വേണ്ട എന്ന് അങ്ങനെ പറയാറില്ല. ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും. അത് ആ നിലയിലാണ് മുന്നോട്ട് പോകാറ്. പക്ഷേ ഈ തവണ പ്രതിപക്ഷ നേതാവ് വോട്ട് വേണ്ട, SDPI വോട്ട് വേണ്ട എന്ന് വിശദമായി പറയുന്നു. അങ്ങനെ UDFിൽ തന്നെ അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? UDFിന് ആശയക്കുഴപ്പമില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, UDFിൻ്റെ ആദരണീയനായ നേതാവാണ്, മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവാണ്, രാഷ്ട്രീയ പരിജ്ഞാനമുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന അതിനൊന്നും UDF തള്ളിക്കളയുന്നില്ല. പേരാമ്പ്രയിലെ വിവാദം ഏത് രീതിയിലാണ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ പാർട്ടിക്ക്? പേരാമ്പ്രയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. കാരണം ഒരു മതധ്രുവീകരണത്തിന് വളം വെക്കുന്ന രീതിയിലാണ് അവിടെ ഇപ്പോൾ നടന്ന ആ സംഭവങ്ങൾ. ഒരിക്കലും ഇലക്ഷനിലൊന്നും പറയാൻ പാടില്ലല്ലോ. ഒരു ഇലക്ഷനിൽ ഞാൻ പറഞ്ഞു, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മത്സരിക്കുന്നത്. ഇലക്ഷനിൽ എല്ലാവരുടെയും വോട്ടുകൾ വേണ്ടി വരും. ഇലക്ഷനിൽ നമ്മൾ പൊതു മിനിമം പരിപാടിയാണ്. ജനാധിപത്യ പാർട്ടികളുടെ ആദർശവും മര്യാദകളൊക്കെയാണ് ഇലക്ഷന് പറയാം. അതല്ലാതെ ഇതിന് മതത്തിൻ്റെ പേര് ചാർത്തി അവിടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കൃത്യമായി അതിലൂടെ നടപ്പിലാക്കിയെന്നാണോ നിഗമനം ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അത് നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ലേ? അതെല്ലാവരും കേട്ടതല്ലേ. ഈ FCRയിൽ ആശങ്ക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ താൽക്കാലികമായി അവരത് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങിയാൽ പോലും അത് നടപ്പിലാക്കുമെന്നുള്ള സൂചന. അത് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ കാരണം അത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇവിടുത്തെ NGOകളെ സംബന്ധിച്ചിടത്തോളം, സാമൂഹ്യ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവരുവാൻ പോകുന്ന നിയമം വളരെയേറെ ആശങ്ക ഉളവാക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ FCRും അതൊക്കെ ഓരോ കമ്പനികളുടെയൊക്കെ CSR ഫണ്ടിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. അത് ഗവൺമെൻറ്റിനെ തള്ളിക്കളയാവുന്നതല്ല. അതൊക്കെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഒക്കെ അത് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന നിയമം അതൊക്കെ വലിയ രീതിയിൽ അത് ഇവിടുത്തെ സാധാരണക്കാരെ വല്ലാതെ ബാധിക്കും. ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ തടയിടാനുള്ള ഒരു നീക്കം എന്ന രീതിയിൽ കാണാൻ കഴിയും. ആ രീതിയിൽ പ്രസ്താവനകളൊക്കെ ന്യൂനപക്ഷ സംഘടനകൾ പറയുന്നുണ്ട്, സ്ഥാപന മേധാവികൾ പറയുന്നുണ്ട്, മത നേതൃത്വം പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കാണത് കൂടുതൽ ഇതിൻ്റെ ആവശ്യം വരിക. അപ്പോൾ അതിനെ നിയമപരമായി തടയുവാൻ ശ്രമിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഭാവി അത് വല്ലാതെ ബാധിക്കും. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കള്ളന്മാർ മാത്രമേ അതിനെ പേടിക്കണ്ടൂ എന്നാണ്. ആ പ്രതികരണത്തെ എങ്ങനെ കാണുന്നു? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.